ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ടൗണിലോട്ട് ചെറിയൊരു ഓട്ടം പോവാണ്. അപ്പോൾ സിറ്റി കൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേനും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വണ്ടിയും വലിയ വണ്ടിയും എല്ലാം അനായാസം ഓടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വലുത് മുതൽ പഠിക്കുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ടൗണിൽ കൂടെ പോകുമ്പോഴത്തേനും ക്ലച്ച് ബ്രേക്ക് അപ്പോൾ ഫ്രണ്ടിൽ വണ്ടി വരുമ്പോഴത്തേനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പലരുടെയും സംശയങ്ങളാണ്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ച സംശയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ടൗണിലോട്ട് കയറിപ്പോകും. അപ്പോൾ നമ്മൾ ചെറിയ ലോഡുണ്ട് വണ്ടിയിൽ, ലോഡ് വണ്ടിയാണ്, നമ്മൾ ബ്രിക്സാണ്, 5 ഇഞ്ചിൻ്റെ ബ്രിക്സാണ് വണ്ടിയിൽ ലോഡ്. അപ്പോൾ നമുക്ക് എടുക്കാം. അതിനപ്പോൾ ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് മെയിൻ റോഡിലോട്ടാണ് കയറുന്നത്. അപ്പോൾ മെയിൻ റോഡിലോട്ടാണ് നമ്മളിതിപ്പോൾ കയറുന്നത്. അപ്പോൾ മെയിൻ റോഡിലോട്ട് കയറുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറാണ് വണ്ടി എടുത്തത്. ഇപ്പോൾ ക്ലച്ച് കൂട്ടിയിട്ട് ആക്സിലേറ്റർ അയച്ചിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറുവാണ്. അപ്പോൾ റോഡിലോട്ട് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റത്തെ വരുമ്പോഴത്തേനും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒക്കെ നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ എതിരെ വണ്ടികൾ വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഇതുണ്ട്, ചെറിയ കയറ്റമുണ്ട് വഴിക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലച്ച് കൂട്ടി ഫസ്റ്റ് കൊടുത്തു വണ്ടി ഇതുണ്ടോ, ഫസ്റ്റ് ഗിയറിലോട്ട് ക്ലച്ച് കൂട്ടിയിട്ട് കൊടുത്തു. ഫസ്റ്റ് ഗിയറെ കൊടുത്തു ഇൻഡിക്കേറ്റർ ഇട്ട് വളർത്തിട്ട് ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും വണ്ടികളുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ. ഈ റോഡിൻ്റെ നമ്മൾ ഇടതുവശത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ക്ലച്ച് കൂട്ടിയിട്ട് സെക്കൻഡ് ഗിയറിൽ കൊടുത്തു. ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ സ്ലോപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫോർത്ത് ഗിയറിലിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇറക്കം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്സിലേറ്ററിന് പയ്യെ കാലെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വാഹനങ്ങളുടെയും ഡ്രൈവിംഗ് ടിപ്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മുടെ ഓരോ വാഹന ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ ഒരു പാഠ്യവിഷയമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പലരും ഈ ഡ്രൈവിംഗ് ഫീൽഡ്, അതായത് ലൈസൻസ് എടുക്കാൻ വേണ്ടി ലേണേഴ്സ് ടെസ്റ്റ് എഴുതി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെ പറ്റിയും റോഡ് നിയമങ്ങളെ പറ്റിയും റോഡിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ പറ്റിയൊക്കെ അവർ ഒരു ബോധ്യമാകുന്ന. പക്ഷേ ഇത് ചെറിയ ക്ലാസ് മുതലേ ഒരു ചെറിയ പോർഷനായിട്ട് ഈ ട്രാഫിക് നിയമങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു ഡ്രൈവിങ് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിക്കണം. അപ്പോൾ ചെറിയൊരു വളവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അപ്പം വളവുണ്ട്, ലോഡുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുവാണ്. ചില ലോഡുണ്ടാവുകൊണ്ട് അല്ലെങ്കിൽ കണ്ടമാനം വണ്ടിക്ക് ഒലച്ചിൽ വരും. അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് തേർഡ് ഗിയർ അടിച്ചു കൊടുത്തു. ഈ വളവ് 100 കഴിയുമ്പോഴത്തേനും നമുക്ക് ഫോർത്ത് ഗിയർ അടിക്കാം. അപ്പം നിങ്ങൾ ഈ ട്രാവലർ പോലുള്ള വണ്ടിക്ക് എതിരെ ഒരു വണ്ടി കയറി വന്നിട്ട് അപ്പോൾ ഞാൻ ബ്രേക്ക് കാല് വെച്ചു, കുഴപ്പമില്ല, വണ്ടി കടന്നുപോയി. അപ്പോൾ ഞാൻ ആക്സിലേറ്ററെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വളവൊക്കെ വരുമ്പോഴത്തേനും നമ്മളെ ഇതേ ക്ലച്ച് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കി വളവൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ല. ഈ ട്രാവലർ പോലുള്ള വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ നിറയെ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുറകിരിക്കുന്ന യാത്രക്കാരൊക്കെ ഒരു തെറിപ്പ്, അതായത് പുറകിരിക്കുന്നവർക്കൊരു ഒലച്ചിലുണ്ടാകാതെ കുറവായിരിക്കും. നമ്മൾ ബസ്സൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഓടിക്കുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഭാവിയിൽ നല്ല ഡ്രൈവറാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടിപ്സുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വളവൊക്കെ വരുമ്പോഴത്തേനും ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുറകിരിക്കുന്ന യാത്രക്കാർക്കൊക്കെ നല്ല യാത്രാസുഖം കിട്ടും. അല്ലാതെ ചില വണ്ടികളൊക്കെ കയറി യാത്ര ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകത്തില്ലേ, ചുമ്മാ അലക്കി എടുത്ത് ചില വണ്ടികളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും ചില ഡ്രൈവർമാരുടെ പുറകിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അരോചകമായിട്ട്, അതായത് നമുക്ക് ആ യാത്ര ഒരു സുഖകരമാകത്തില്ല, തീർത്തും മോശകരമായിട്ടുള്ളൊരു യാത്രാ അനുഭവമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഡ്രൈവിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ചില ഡ്രൈവർമാർ ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല, വളമൊക്കെ എടുക്കുന്ന അറിയത്തില്ല, നല്ല നൈസായിട്ട് ആവശ്യമില്ലാതെ ബ്രേക്ക് ചവിട്ടാതെ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള നല്ല ഡ്രൈവർമാരാണെങ്കിൽ നമ്മൾ അവരെ പ്രത്യേകം സ്തുതിക്കുക തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ചുമ്മാ ആവശ്യമില്ലാതെ ബ്രേക്കൊക്കെ ചവിട്ടുന്ന ഡ്രൈവർമാരാണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വണ്ടി ഇരിക്കാൻ പ്രയാസമാണ്. അവരുടെ തല പോയിടിക്കും, കാലും കൈയൊക്കെ പോയി ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട്, പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ടൗണിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മറ്റ് വണ്ടിത്തിരക്കുകളൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല വണ്ടിത്തിരക്കൊക്കെ ആയിരിക്കും സിറ്റികളിലൊക്കെ അനുഭവപ്പെടുന്നത്. എതിരെ ഒരു വണ്ടി ഇടത്തോട്ട് തിരിയാൻ വേണ്ടി ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ
ചെറുതായിട്ടൊന്ന് ബ്രേക്ക് വെട്ടി. ഇവിടെ ചെറിയൊരു ഹമ്പുണ്ട്. അപ്പോൾ ഹമ്പയിൽ കൂടെ നമ്മൾ തേർഡ് ഗിയറിൽ തന്നെ ഹമ്പേ കയറി പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ സെൻട്രൽ ജംഗ്ഷനിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. അപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വണ്ടി തേർഡ് ഗിയറിലാണ്. ഒരു ബൈക്കുകാരൻ വന്നുകൊണ്ട് നമുക്കൊന്ന് ചവിട്ടണ്ടായിട്ട് വന്നു. വീണ്ടും ഫസ്റ്റേ വന്നു കേട്ടോ. ആ ബൈക്ക് വന്നുകൊണ്ട് തേർഡ് ഗിയറിൽ നിന്ന് ചാടി ചവിട്ടി ഫസ്റ്റ് ഗിയർ ആക്കി. വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പോൾ തേർഡ് ഗിയർ കൊടുത്തു. അപ്പോൾ ഈ ട്രിക്ക് ഇതുപോലെ തന്നെ നമുക്ക് ട്രിക്കല്ല, ഈ രീതിയിൽ തന്നെ കാറും അതുപോലെ തന്നെ ചെറിയ വണ്ടികളെല്ലാം ഓടിക്കാവുന്നതാണ്. ഇതിലെ വണ്ടികൾ കയറി വരുന്നത് അതുകൊണ്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചു, സെക്കൻഡേ കൊടുത്തു. ചെറിയ ഉരുളിച്ചുണ്ട്, അതുകൊണ്ട് തന്നെ സെക്കൻഡേ തന്നെ നമുക്ക് ഓടിക്കാം കേട്ടോ. വണ്ടി നിന്നില്ല, ഉരുളിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ തന്നെ ഓടാം. സെക്കൻഡേ നമ്മൾ തേർഡ് ഗിയറെ കൊടുത്തു, ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറെ കൊടുത്തു. ഇവിടുന്ന് ഒരു ബൈക്കുകാരൻ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ചവിട്ടി ബ്രേക്ക്, കുഴപ്പമില്ല, ചെറുതായിട്ട് ചവിട്ടിയുള്ളതുകൊണ്ട് ആ തേർഡ് ഗിയറിൻ്റെ പവർ ഉരുളിച്ച പോയില്ല. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് ചവിട്ടി തേർഡിൽ നിന്ന് സെക്കൻഡിലോട്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ എപ്പോൾ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റ് കുട്ടികൾ, യാത്രക്കാരൊക്കെ, പ്രായമുള്ളവരൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. വണ്ടി നമ്മൾ ചവിട്ടി നിർത്തുന്നത് വെച്ചാൽ നടക്കാൻ പ്രയാസമുള്ളവരും അതുപോലെ കാഴ്ച കുറവുള്ളവരും ഒക്കെ കാണും. കേൾവിശക്തി കുറവുള്ളവരൊക്കെ റോഡിൽ കാൽനട യാത്രക്കാരായിട്ട് കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ ആ ഒരു സമയത്ത് ധൃതി വയ്ക്കരുത്. ടൗണിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ധൃതി വയ്ക്കരുത്. അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറെ കൊടുത്തു. ഇപ്പോൾ ഫോർത്ത് ഗിയറാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ടോപ്പ് ഗിയർ കൊടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ നല്ല വഴിക്ക് വെച്ചാൽ മാത്രമേ ഇത് ടോപ്പ് ഗിയർ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ വലത്തോട്ട് ഇട്ടു. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വാഗമൺ റോഡാണ്, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പൂഞ്ഞാർ റോഡാണ്. അപ്പോൾ ഡൗൺ ചെയ്തു, തേർഡ് ഗിയറെ കൊടുത്തു. ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയറെ കൊടുത്തു. നമ്മളിത് ക്ലച്ച് ചവിട്ടി ടോപ്പ് ഗിയറെ കൊടുത്തു. ഇപ്പം ടോപ്പ് ഗിയറെ കൊടുത്തു. ഇനിയിപ്പോൾ നല്ലൊരു എസ് വളമുണ്ട് ഇവിടെ. എസ് വളമാണ് ടോപ്പ് ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ഈ ടോപ്പ് ഗിയറെ തന്നെ വണ്ടി വളം അടിക്കരുത്. ഡൗൺ ചെയ്യുക, ഡൗൺ ചെയ്ത് ഫോർത്തേക്ക് കൊണ്ടുവരിക. ഉണ്ടാവും ഫോർത്തേക്ക് കൊണ്ടുവരിക. അല്ല ഏത് വണ്ടി ഓടിച്ചാലും അങ്ങനെ ഓടിക്കാവുന്നതാണ്. ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ടോപ്പ് ഗിയറിൽ തന്നെ പോരാം. പക്ഷേ നമ്മളെ വണ്ടിയുടെ ലോഡ് അനുസരിച്ച് ആൾക്കാർ പാസഞ്ചർ വണ്ടിയാണെങ്കിൽ യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് ഒക്കെയാണ്. ബസ്സൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡിങ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ടോപ്പ് ഗിയറൊന്നും വന്ന് വളവ് വീശാൻ പാടില്ല, ആൾക്കാരൊക്കെ തെറിച്ച് പോവും. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഞങ്ങളുടെ ഫയർഫോഴ്സ് കേന്ദ്രം ഇതാണ്. ഈരാറ്റുപേരുടെ ഫയർഫോഴ്സ് ഓഫീസാണിത്. അപ്പോൾ ഇവിടുന്ന് ഡൗൺ ചെയ്ത് നമ്മളൊന്ന് ഇനിയിപ്പോൾ ചെറിയ കയറ്റം തുടങ്ങുവാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തേർഡ് ഗിയർ ഡൗൺ ചെയ്തു. കയറ്റവും ചെറിയ ഭാഗവും കൂടിയാണ്. അപ്പോൾ ഗുഡ്സ് വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ കയറ്റത്തിൽ ആക്സിലേറ്റർ അയക്കാൻ പാടില്ല. മാക്സിമം ആക്സിലേറ്റർ കൊടുത്ത് ഇരിക്കുക. അപ്പോൾ തേർഡ് ഗിയർ വേണ്ട, തേർഡ് ഗിയറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി വലി മുട്ടുന്നതിന് മുന്നമായിട്ട് നമ്മൾ ഡൗൺ ചെയ്യണം. അപ്പോൾ വണ്ടി അത്യാവശ്യം വലിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡൗൺ ചെയ്തില്ല. ബസ്സൊക്കെ കയറി വരുന്നുണ്ടോ, ഇങ്ങനെ റോഡ് കട്ട് ചെയ്താണ് കയറി വരുന്നത്. സെൻട്രൽ ലൈൻ കട്ട് ചെയ്താണ് ഇപ്പോൾ വണ്ടി വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ നോക്കി ഇരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമ്മുടെ ഭാഗമാണ്, എൻ്റെ ലൈനാന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ കൂടെ തന്നെ കയറി കഴിഞ്ഞിട്ട് കാര്യമില്ല. എതിരെ വരുന്ന വണ്ടിക്കാരുടെ ലെവലും കൂടെ നമ്മൾ നോക്കണം.
കയറ്റം കഴിയാറ്. അപ്പോൾ ഈ തേർഡ് ഗിയറിൽ തന്നെ ഈ കയറ്റം കയറി. നമ്മൾ ആക്സിലേറ്റർ അയക്കാതെ ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ തേർഡ് ഗിയറായി കയറ്റം കയറി. ഫോർത്ത് ഗിയറിൽ കൊടുത്തു. ഇനിയിപ്പോൾ ചെറിയ ഇറക്കമാണ്. ഇനിയിപ്പോൾ ആക്സിലേറ്ററിന് കാലം എടുക്കാം. താഴെ വരെ വണ്ടി പൊക്കോളും. പനച്ചികപ്പാറ വരെ വണ്ടി ഓടിപ്പൊക്കോളും. ഇവിടുന്ന് ആക്സിലേറ്ററിന് എടുത്തേക്കുന്നതാണ്. ഇനി എവിടം വരെ ഈ വണ്ടി ചെല്ലുമെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കാല് വെച്ചു. സ്പീഡ് ചെറുതായിട്ട് കൂടെ നടന്നതേ ബ്രേക്ക് കാല് വെച്ചു. എൻജിൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത ലോഡ് വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിച്ച് നമ്മൾ നിൽക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഏത് സമയം നിൽക്കും, ചവിട്ടും. അപ്പോൾ നമ്മുടെ ലോഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചവിട്ടിയാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും അകലം പാലിച്ചേ നമ്മൾ നിൽക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പോയി കയറാനുള്ള സാധ്യതയുണ്ട്. പുറകിൽ പോയി കയറിയ ആ വണ്ടിക്കാരൻ പ്രശ്നം, നമുക്കും പ്രശ്നം, സമയനഷ്ടം, ധനനഷ്ടം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ വണ്ടിയുടെ പുറകിലും കുട്ടുവണ്ടികൾ ഒരു നിശ്ചിത അകലത്തിൽ കൂടുതൽ പാലിച്ച് നിൽക്കണം.